Hi everyone, here we are going to discuss about absorption type refrigeration system. കഴിഞ്ഞ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ സെക്ഷനിൽ നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള റെഫ്രിജറേഷൻ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ളത്, ഏതൊക്കെ സെക്ഷൻസ് ആണുള്ളതെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലെ ഒരു ടൈപ്പ് നമ്മൾ നോക്കിയത് ഏതായിരുന്നു? വേപ്പർ കംപ്രഷൻ ടൈപ്പ് റെഫ്രിജറേഷൻ സിസ്റ്റം. അതിൻ്റെ ഫിഗറും അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു സെക്ഷൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് ആവശ്യമുള്ളത് ഇവാപ്പറേഷൻ സെക്ഷൻ, പിന്നെ കണ്ടൻസർ സെക്ഷൻ, എക്സ്പാൻഷൻ വാൽവ് സെക്ഷൻ, പിന്നെ ഒരു കംപ്രസർ, പിന്നെ ഇതിന് എല്ലാം ഉപരിയായിട്ട് റെഫ്രിജറൻ്റ് എന്ന് പറയുന്ന ഗ്യാസ്. ഇതായിരുന്നു നമ്മൾ ബേസിക് ആയിട്ടുള്ള റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അത് ബേസിക്കായിട്ട് വേപ്പർ കംപ്രഷൻ ടൈപ്പിനെ ബേസ് ചെയ്താണ് പറഞ്ഞത്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേപ്പർ അബ്സോർപ്ഷൻ ടൈപ്പ് റെഫ്രിജറേഷൻ സിസ്റ്റമാണ്. അപ്പം ഇതിൻ്റെ അകത്തെല്ലാം ബേസിക്കായിട്ട് വേണ്ട റെഫ്രിജറൻ്റ് എന്ന് പറയുന്ന ഗ്യാസ് ഏത് സിസ്റ്റത്തിലുമാണ് ആവശ്യമുണ്ട്. അതിൻ്റെ അകത്താണ് ഒരു സ്ഥലത്തു നിന്നുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോയി കളയുന്നത്. ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് കളഞ്ഞാൽ മാത്രമുള്ള അവിടെ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഇവിടെ നിന്നുള്ള ഹീറ്റിനെ ആണെങ്കിൽ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. അത് ഇവാപ്പറേറ്റർ സെക്ഷനിലാണ് അത് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് കൊണ്ടുപോകുന്ന സാധനമാണ്, ആ ഒരു ഗ്യാസാണ് നമ്മളേത് പറയുന്നത് റെഫ്രിജറൻ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പം ബേസിക് ആയിട്ടുള്ള റെഫ്രിജറൻറ്റിൻ്റെ വർക്കിംഗ് ഇതിന് മുമ്പിലത്തെ സെക്ഷനിൽ തന്നത് അത് തറവായിട്ട് തന്നെ നോക്കുക. അതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ ബേസിക് വേപ്പർ അബ്സോർപ്ഷൻ ടൈപ്പിനെ കുറിച്ച് പഠിക്കാനായിട്ട് നോക്കാവുള്ളൂ. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ നോക്കി അതിൻ്റെ ബേസിക് ആയിട്ടുള്ള റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങും അതേപോലെ തന്നെ വേപ്പർ കംപ്രഷൻ ടൈപ്പിൻ്റെ വർക്കിങ്ങും നോക്കിയതിന് ശേഷം നമുക്ക് വേപ്പർ അബ്സോർപ്ഷൻ ടൈപ്പിലേക്ക് കടക്കാം. അപ്പം ഈ പറഞ്ഞ ടോപ്പിക്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു നമ്മുടെ റെഫ്രിജറൻ്റ് കേസ് പറഞ്ഞിരുന്നു. റെഫ്രിജറൻ്റ് എന്ന് പറയുന്ന ഗ്യാസിനെ കംപ്രസ് ചെയ്ത് ഒരു ഹൈ പ്രഷറിലേക്ക് കൊണ്ടുവന്ന് അതിനെ ലിക്വിഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ആ ലിക്വിഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്തതിനെ പെട്ടെന്ന് എക്സ്പാൻഷൻ വാൽവ് എന്ന് പറയുന്ന സോഴ്സ് വഴി റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ലിക്വിഡ് ഫോമിലുള്ളത് വേപ്പർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്യും. അപ്പം ലിക്വിഡ് ഫോമിലുള്ളത് വേപ്പർ ഫോമിലേക്ക്, ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഹീറ്റ് ആവശ്യമാണ്. ഒന്നെങ്കിൽ ഹീറ്റിനെ റിലീസ് ചെയ്യും അല്ലെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. അപ്പം ലിക്വിഡ് ഫോമിൽ നിന്ന് വേപ്പർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും. ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനെ നീരാവിയാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ ഹീറ്റ് ആവശ്യമാണ് അല്ലേ. അതേപോലെ തന്നെ ഈ ബേസിക് ആയിട്ടുള്ള റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ അത് ഹൈ പ്രഷറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഹൈ പ്രഷറിൽ ഗ്യാസിനെ സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ അത് ലിക്വിഡ് ഫോമിലായിരിക്കും. അതിനെ പെട്ടെന്ന് റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഗ്യാഷ്യസ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഗ്യാഷ്യസ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഹീറ്റിനെ അബ്സോർബ് ചെയ്താണ് അത് ഗ്യാഷ്യസ് സ്റ്റേജിലേക്ക് ഗ്യാഷ്യസ് സ്റ്റേജിലേക്ക് നമ്മൾ സ്റ്റേജ് മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന സ്ഥലത്ത് എപ്പോഴും എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ലോ ആയി വരും, അല്ലെങ്കിൽ ഒരു കൂളിംഗ് എഫക്റ്റ് അവിടെ ഉണ്ടാകും. ഈ കൂളിംഗ് എഫക്റ്റ് വെച്ചാണ് നമ്മുടെ ഫ്രിഡ്ജ്, ഫ്രീസർ, AC മുതലായ എല്ലാ സാധനങ്ങളും വർക്ക് ചെയ്യുന്നത്. ഈ കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഇവാപ്പറേറ്റർ സെക്ഷൻ. ഓക്കെ, ഈ ഗ്യാസിനെ കംപ്രസ് ചെയ്ത് ഹൈ പ്രഷറിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് കംപ്രസർ സെക്ഷൻ. അപ്പം ആ ഒരു സെക്ഷൻ തന്നെ ഇതിനുള്ളിൽ ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും മറ്റൊരു പേരിലാണ് പറയുന്നത്. അത് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഈ ഗ്യാസിനെ ഹൈ പ്രഷറിലുള്ള ഗ്യാസ് ഫോമിൽ നിൽക്കുന്നതിനെ ഹൈ പ്രഷർ ലിക്വിഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ് കണ്ടൻസർ സെക്ഷൻ. ഓക്കെ, ഇതേപോലെ തന്നെ ഹൈ പ്രഷറിലുള്ള ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറൻറ്റിനെ പെട്ടെന്ന് റിലീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ് എക്സ്പാൻഷൻ വാൽവ്. ഓക്കെ, അപ്പം ഈ ഒരു പ്രോസസ്സ് ഒരു സൈക്ലിക് പ്രോസസ്സാണ്. ഇതെല്ലാം നമ്മൾ ഇതിന് മുമ്പിലത്തെ സെക്ഷനിൽ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെക്ഷനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ ഡൗട്ടുള്ളവർ ആ ഒരു സെക്ഷൻ നോക്കിയതിന് ശേഷം മാത്രം നമ്മുടെ രണ്ടാമത്തെ സെക്ഷനായ വേപ്പർ അബ്സോർപ്ഷൻ സെക്ഷനിലേക്ക് വരിക. നമുക്ക് വേപ്പർ കംപ്രഷൻ ടൈപ്പിനെയും വേപ്പർ അബ്സോർപ്ഷൻ ടൈപ്പിനെയും കമ്പയർ ചെയ്ത് തന്നെ പോകാം. ഇതിൻ്റെ അകത്ത് ഇപ്പം ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഫിഗർ തന്നിരിക്കുന്നു. ആ ബേസിക് ആയിട്ടുള്ള അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സൈക്കിളിൻ്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ നോക്കിയാൽ അറിയാം, ഫസ്റ്റ് പാർട്ടായിട്ട് പറയുന്ന കണ്ടൻസർ പാർട്ടാണ്. അത് കഴിഞ്ഞ് എക്സ്പാൻഷൻ വാൽവ്, ദെൻ ഇവാപ്പറേറ്റർ, ദെൻ അബ്സോർബർ,
അബ്സോർബർ കഴിഞ്ഞൊരു പമ്പ് കഴിഞ്ഞ് ഒരു ജനറേറ്റർ, വീണ്ടും ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുക. കണ്ടൻസർ, ഇവാപ്പറേറ്റർ, അബ്സോർബർ, ജനറേറ്റർ, ആ രീതിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 സെക്ഷൻ വൈസ് നമുക്ക് കമ്പയർ ചെയ്ത് പോകാം. ഒന്ന് ബേസിക് അബ്സോർപ്ഷനെ, ബേസിക് കംപ്രഷൻ ടൈപ്പിനെ. ഞാൻ വീണ്ടും പറയുകയാണ്, ബേസിക് കംപ്രഷൻ ടൈപ്പ് അല്ലെങ്കിൽ ബേസിക് റെഫ്രിജറേഷൻ്റെ ടോപ്പിക്ക് നോക്കിയതിന് ശേഷം മാത്രമേ ഈ ടോപ്പിക്കിലേക്ക് വരാവുള്ളൂ. ഓക്കെ, അപ്പം ബേസിക്കായിട്ട് കണ്ടൻസർ, അത് കഴിഞ്ഞ് ഇവാപ്പറേറ്റർ, അബ്സോർബർ, ദെൻ ജനറേറ്റർ. ഇതിൻ്റെ അകത്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് അബ്സോർപ്ഷൻ ടൈപ്പിൻ്റെ അകത്ത് മെക്കാനിക്കൽ ഫോഴ്സിനേക്കാളും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് ഹീറ്റ് എനർജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബേസിക് കംപ്രഷൻ ടൈപ്പിൻ്റെ അകത്ത് മെക്കാനിക്കൽ എനർജി കംപ്രസറിനെ ബേസ് ചെയ്ത് ഒരു കംപ്രസർ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ എനർജി വെച്ച് മെക്കാനിക്കൽ ഫോഴ്സും കൊണ്ടാണ് ആ ഒരു കംപ്രസർ വർക്ക് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്താണ് ബേസിക് ആയിട്ടുള്ള കംപ്രഷൻ ടൈപ്പ് റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യുന്ന സാധാരണ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ബേസിക് അബ്സോർപ്ഷൻ റെഫ്രിജറേഷനിലേക്ക് വന്നു കഴിയുമ്പം നമ്മുടെ സാധാരണ വീടുകളിൽ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജ് അല്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലായിടത്തും യൂസ് ചെയ്യുന്നതിൽ ചില ഇൻഡസ്ട്രി പർപ്പസും അല്ലെങ്കിൽ പർട്ടിക്കുലർ പർപ്പസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഈ ബേസിക് അബ്സോർപ്ഷൻ ടൈപ്പ് റെഫ്രിജറേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് എനർജിയെ ബേസ് ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി വെച്ചുള്ള മെക്കാനിക്കൽ ഫോഴ്സിനെ ബേസ് ചെയ്തായിരുന്നെങ്കിൽ ഇവിടെ ഹീറ്റ് എനർജി ബേസ് ചെയ്താണ് ഈ ബേസിക് അബ്സോർപ്ഷൻ ടൈപ്പ് റെഫ്രിജറേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അത് ആദ്യത്തെ ഭാഗത്തേക്ക് വരാം, കണ്ടൻസറിലേക്ക് വരാം. കണ്ടൻസറിൽ സാധാരണ എന്താണ്, നേരത്തെ സെക്ഷനിൽ നമ്മൾ പറഞ്ഞതനുസരിച്ച് കണ്ടൻസറിൽ ഒരു ഹൈ പ്രഷറിലുള്ള റെഫ്രിജറൻറ്റ്, വേപ്പർ ഫോമിലുള്ള റെഫ്രിജറൻറ്റിനെ തണുപ്പിച്ചിട്ട് അതൊരു ലിക്വിഡ് ഫോം, ഹൈ പ്രഷറിലുള്ള ലിക്വിഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സ്ഥലമാണ് കണ്ടൻസർ. ഈ ഫിഗറിൻ്റെ അകത്ത് നോക്കിയാൽ അറിയാം, കണ്ടൻസറിന് ഒരു തണുപ്പ് കൊടുക്കാനായിട്ട് വാട്ടർ സോഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അതിന് ശേഷം വരുന്ന എക്സ്പാൻഷൻ വാൽവ് എന്താണെന്ന് പറഞ്ഞു, ഹൈ പ്രഷറിലുള്ള ലിക്വിഡ് റെഫ്രിജറൻറ്റിനെ പെട്ടെന്ന് റിലീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ് എക്സ്പാൻഷൻ വാൽവ് തുറന്നു വിട്ട് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ പറഞ്ഞ റെഫ്രിജറൻറ്റ് പ്രഷർ ലോ ആയിട്ട് അത് വേപ്പർ ഫോമിലേക്കും ചേഞ്ച് ചെയ്യും. ഈ വേപ്പർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സ്ഥലമാണ് ഇവാപ്പറേറ്റർ. അവിടെയാണ് ഈ പറഞ്ഞ ഹൈ പ്രഷറിലുള്ള ലിക്വിഡ് റെഫ്രിജറൻറ്റ് പെട്ടെന്ന് തന്നെ ഒരു ലോ പ്രഷറിലേക്ക് ചേഞ്ച് ചെയ്ത് ഒരു വേപ്പർ ഫോമിലേക്ക് ആകുന്നത്. അവിടെ വെച്ചാണ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവാപ്പറേറ്ററിൻ്റെ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതലാണ്. ഇപ്പോൾ ഇവാപ്പറേറ്റർ നേരത്തെ പറഞ്ഞായിരുന്നു, നേരത്തെ ഒരു ഫ്രിഡ്ജിൻ്റെ കേസിലേക്ക് വന്ന് ഇവാപ്പറേറ്റർ ഇരിക്കുന്നത് ഫ്രീസറോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ, അതായത് തണുപ്പ് വേണ്ട സ്ഥലം എവിടെയാണ്, അവിടെയാണ് ഇവാപ്പറേറ്റർ സെക്ഷൻ വരുന്നത്. അവിടെ വെച്ചാണ് ഈ ഒരു നമ്മുടെ ഫോം ചേഞ്ച് ചെയ്യുന്ന ലിക്വിഡ് ഫോമിൽ നിന്ന് ഗ്യാഷ്യസ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കും, ഹീറ്റ് അബ്സോർബ്ഡ് ആയി കഴിയുമ്പോൾ അവിടെ ടെമ്പറേച്ചർ ലോ ആയി പോകും. അങ്ങനെയാണ് അവിടെ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നത്. അവിടെ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ വരുന്ന സെക്ഷനാണ് അബ്സോർബർ എന്നുള്ള പേര് തന്നെ സക്ക് ചെയ്യുക. ഈ പറഞ്ഞ റിലീസ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു അത്യാവശ്യം പ്രഷറിൽ നിൽക്കുന്ന നമ്മുടെ ഈ ഒരു റെഫ്രിജറൻറ്റിനെ അബ്സോർബ് ചെയ്യണം. ആ അബ്സോർബ് ചെയ്യുന്ന സെക്ഷനാണ് അബ്സോർബർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് റെഫ്രിജറൻറ്റ് കേസ് എടുക്കുകയാണെങ്കിൽ സാധാരണ ഈ ഒരു അബ്സോർപ്ഷൻ ടൈപ്പ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന 2 റെഫ്രിജറൻറ്റ്സ് ആണ് ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്നത്, ലിഥിയം ബ്രോമൈഡ് അല്ലെങ്കിൽ അമോണിയം. ഇപ്പം നമ്മൾ ഈ ഒരു സെക്ഷൻ്റെ അത് നമ്മൾ അമോണിയം ബേസ് ചെയ്തിട്ടുള്ള ഒരു റെഫ്രിജറൻറ്റ് സിസ്റ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ ഡിസ്കഷൻ്റെ അകത്ത് മുഴുവൻ ഈ അമോണിയം ആയിരിക്കും നമ്മൾ ഈ റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. റെഫ്രിജറൻറ്റ് ഗ്യാസ് ആയിട്ട് ഈ സെക്ഷന് ഈ ഒരു എക്സ്പ്ലനേഷൻ്റെ അകത്ത് കൊടുക്കുന്ന അമോണിയത്തിനെ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ അമോണിയം ഗ്യാസാണ് ഇതിനുള്ളിൽ റെഫ്രിജറൻ്റ് ആയിട്ട് ഉള്ളത്. ഒരു പൈപ്പ് വഴി സഞ്ചരിക്കുന്ന മുഴുവൻ അമോണിയം ഗ്യാസ് ആയിരിക്കും. അപ്പോൾ ഈ അമോണിയം ഗ്യാസ് എന്ന് പറയുന്ന റെഫ്രിജറൻറ്റ് അബ്സോർബറിലേക്ക് വരുന്നു. അബ്സോർബ് സംഭവിക്കുന്നത് ഈ നമ്മുടെ റെഫ്രിജറൻറ്റ് അല്ലെങ്കിൽ അമോണിയത്തിനെ ഒരു ലോ വോളിയത്തിലേക്ക് അല്ലെങ്കിൽ ലോ പ്രഷറിലേക്ക് കൊണ്ടുവന്ന് അതിനെ വീണ്ടും ഹൈ പ്രഷറിലേക്ക് കംപ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഹൈ പ്രഷറിലേക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പഴയ നമ്മുടെ കംപ്രഷൻ ടൈപ്പിലേക്ക് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നു, കംപ്രസർ വെച്ചാണ് ഈ ഒരു പ്രോസസ്സ് സക്ക് ചെയ്തിട്ട് റെഫ്രിജറൻറ്റിനെ സക്ഷനും അതുപോലെ തന്നെ കംപ്രഷനും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന കംപ്രസർ എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ ഫോഴ്സ് വഴി ആയിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ അത് അബ്സോർബറും ജനറേറ്ററും കൂടെ കൂടിയ ഒരു സെക്ഷനാണ് അതിനെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ അബ്സോർബർ ഈ പറഞ്ഞ റെഫ്രിജറൻറ്റിനെ വലിച്ചെടുക്കുന്നു, അതുപോലെ ജനറേറ്ററിന് അതിനെ ഒരു
ഹൈ പ്രഷറിലേക്ക് അതിനെ കംപ്രസ് ചെയ്യുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. അതിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ഡിസ്കസ് ചെയ്ത് തരാം. ഒന്നും കൂടെ പറയട്ടെ, നേരത്തെ തന്നെ നമ്മുടെ ആദ്യത്തെ സെക്ഷനായ വേപ്പർ കംപ്രഷൻ ടൈപ്പ് സിസ്റ്റം റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ ഞാൻ തന്നിരുന്നത് ശരിക്കും തറവാക്കിയിട്ട് ഇതിലേക്ക് വരിക. അപ്പം നമുക്കിതിൻ്റെ വർക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അബ്സോർപ്ഷൻ ചേമ്പറിൻ്റെ അകത്ത് വാട്ടർ നിറച്ചിരിക്കുകയാണ്. അബ്സോർപ്ഷൻ ചേമ്പറിൻ്റെ അകത്ത് വാട്ടർ, അതാണ് അബ്സോർബൻ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ അബ്സോർബൻ്റ് എന്ന് പറയുന്ന വാട്ടറാണ്. ഈ വാട്ടറാണ് റെഫ്രിജറൻറ്റിനെ വലിച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അബ്സോർബർ ചേമ്പറിൽ ഒരു ലോ പ്രഷർ ഏരിയ ആയിരിക്കും. ഓക്കെ, ഈ ലോ പ്രഷർ ഏരിയയിലേക്ക് ഇവാപ്പറേറ്ററും കംപ്രസർ ചേമ്പറും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ഇവാപ്പറേറ്റർ ഹൈ പ്രഷർ ഏരിയയും അബ്സോർബർ ലോ പ്രഷർ ഏരിയയും. അപ്പം ഈ ഇവാപ്പറേറ്ററിലുള്ള അമോണിയ ഗ്യാസ് പെട്ടെന്ന് തന്നെ ലോ പ്രഷർ ഏരിയയിലുള്ള അബ്സോർബർ ചേമ്പറിലേക്ക് വരും. അബ്സോർബർ ചേമ്പറിൽ ഈ റെഫ്രിജറൻറ്റും അതേപോലെ തന്നെ അബ്സോർബൻറ്റും, അതായത് അമോണിയ പ്ലസ് വാട്ടർ, അമോണിയയും വാട്ടറും കൂടെ ഒന്നിച്ച് ഒരു ലിക്വിഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും. ഫോമിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ അമോണിയ ഗ്യാസിൻ്റെ വോളിയം ലോ ആവും. അപ്പം വോളിയം ലോ ആയി കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, അവിടെ അമോണിയ ഗ്യാസിൻ്റെ കംപ്രഷൻ അവിടെ ഓക്കെ ആയി. ഇനി നമുക്ക് പ്രഷർ ഹൈ ആക്കണം. കംപ്രഷൻ ഓക്കെ, എങ്ങനെയാണ്? അമോണിയ ഗ്യാസ് വാട്ടറുമായിട്ട് ലയിച്ച് കഴിഞ്ഞിട്ട് അവിടെ എന്ത് സംഭവിക്കും, അവിടെ ഈ അമോണിയ ഗ്യാസായിട്ട് നിൽക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, വേപ്പർ ഫോമിലേക്ക് വരുമ്പോൾ അതിൻ്റെ വോളിയം കൂടുതലായിരിക്കും. അത് ലിക്വിഡ് ഫോമിലേക്ക് വാട്ടറുമായിട്ട് അത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ലിക്വിഡ് ഫോമിലേക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെ വോളിയം കുറയും. അപ്പോൾ എന്ത് സംഭവിച്ചു, അമോണിയയെ കംപ്രസ് ചെയ്തു. ഓക്കെ, പഴയ നമ്മുടെ കംപ്രസർ എന്ന് പറയുന്ന സിസ്റ്റം യൂസ് ചെയ്തിരുന്നത് കംപ്രസർ വെച്ചായിരുന്നു കംപ്രസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താ ചെയ്തത്, ഈ അബ്സോർബൻ്റ് എന്ന് പറയുന്ന വാട്ടറാണ് ഇതിനെ വലിച്ചെടുത്ത് ഇതിൻ്റെ വോളിയം ലോ ആക്കിയത്. ഇനി ഇതിൻ്റെ പ്രഷർ ഹൈ ആക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പം പ്രഷർ ഹൈ ആക്കാനായിട്ട് ഉള്ള പരിപാടിയുടെ ഏറ്റവും ആദ്യത്തെ ഭാഗമായിട്ട് ഈ പറഞ്ഞ വാട്ടർ പ്ലസ് അമോണിയ അല്ലെങ്കിൽ റെഫ്രിജറൻറ്റ് പ്ലസ് അബ്സോർബൻറ്റ് ഈ ഒരു ലിക്വിഡിനെ നമ്മൾ പമ്പ് ചെയ്ത് ജനറേറ്റർ ചേമ്പറിലേക്ക് കൊടുക്കും. അപ്പം വേറൊരു കാര്യം കൂടെ പറയാം, അബ്സോർബറിൽ ഈ ടെമ്പറേച്ചർ ലോ ആയിട്ട് നിന്ന് കഴിഞ്ഞാലേ ഉള്ളൂ കൂടുതൽ അമോണിയയെ വലിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം അബ്സോർബറിൻ്റെ ഉള്ളിലുള്ള വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടിപ്പോയി കഴിഞ്ഞാൽ അമോണിയയെ വലിച്ചെടുക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു പോകും. അതിനുവേണ്ടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സോർബറിൻ്റെ ഉള്ളിലുള്ള വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ലോ ആക്കി നിർത്താൻ അവിടെ ഒരു കൂളിംഗ് പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഫിഗറിൽ നോക്കിയാൽ അബ്സോർബർ കൂളിംഗ് വാട്ടർ, ഒരു റണ്ണിങ് വാട്ടർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പൈപ്പ് വഴി വെള്ളത്തിനെ എപ്പോഴും കൂളാക്കി നിർത്താനായിട്ട് ഒരു റണ്ണിങ് വാട്ടർ അവിടെ കൊടുക്കുന്നു. ഓക്കെ, ഒരു പൈപ്പ് വഴി കൊടുത്തുനിന്ന് കൂട്ടുക. അപ്പം അതിന് ശേഷം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ലോ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കൂടുതൽ റെഫ്രിജറൻറ്റിന് ഇത് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അബ്സോർബൻറ്റിന് അമോണിയ വലിച്ചെടുക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു പോകും. അതിനുശേഷം ഇപ്പോൾ ഒരു വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അത് ലോ വോളിയത്തിലേക്ക് വന്നു, അതായത് സക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടന്നു, അല്ലെങ്കിൽ കംപ്രഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടന്നു. ഇനി നമുക്ക് പ്രഷറിനെ ഹൈ ആക്കണം. അപ്പോൾ പ്രഷറിനെ ഹൈ ആക്കാൻ വേണ്ടി ചെയ്യുന്നത് പമ്പ് യൂസ് ചെയ്ത് ജനറേറ്റർ ചേമ്പറിലേക്ക് പമ്പ് ചെയ്യും. പമ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതൊരു ഹൈ പ്രഷറിലേക്ക് പോകും. ഒരു 10 ബാർ ഹൈ പ്രഷറിലേക്ക് ഇത് പ്രഷർ ഹൈക്കാവും. ഈ പ്രഷർ ഹൈക്കായതിനെ നേരെ ജനറേറ്റർ ചേമ്പറിലേക്ക് കൊടുക്കും. ജനറേറ്റർ ചേമ്പറിലാണ് ഇനി അടുത്ത സെക്ഷൻ നടക്കുന്നത്. കൂടുതലും ഇതിൻ്റെ അടുത്ത ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്, കൂടുതൽ പ്രഷറിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ ജനറേറ്ററിൽ നടക്കുന്ന പ്രോസസ്സിൽ ജനറേറ്ററിൽ വന്നിരിക്കുന്ന സാധനം എന്തൊക്കെയാണ്, അമോണിയ പ്ലസ് വാട്ടർ അല്ലെങ്കിൽ റെഫ്രിജറൻറ്റ് പ്ലസ് അബ്സോർബൻറ്റ്. ഇവിടെ റെഫ്രിജറൻറ്റ് എന്ന് പറയുന്ന അമോണിയയും അബ്സോർബൻറ്റ് എന്ന് പറയുന്ന വാട്ടർ. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷനാണ് ഇവിടെ വരുന്നത് ജനറേറ്ററിൽ വെച്ച് ഈ ഒരു സൊല്യൂഷനെ ഹീറ്റ് കൊടുത്ത് ബോയിൽ ചെയ്യാനായിട്ട് പോവാം. ബോയിലിങ്ങിലേക്ക് വരികയില്ല, പക്ഷെ ഇതിൻ്റെ അകത്ത് നടക്കുന്ന പ്രോസസ്സ് പറയാം. ഇവിടെ ഒരു ഹൈ പ്രഷറിലാണെന്ന് പറഞ്ഞു, പമ്പ് യൂസ് ചെയ്ത് ഇവിടെ ചെല്ലുന്നതുകൊണ്ട് ഒരു ഹൈ പ്രഷറിലാണ് ജനറേറ്റർ ചേമ്പറിൽ നിൽക്കുന്നത്. അവിടെ വെച്ച് ഒരു ഹീറ്റ് സോഴ്സ് കൊടുത്ത് ഈ സൊല്യൂഷനെ ചൂടാകും. ഹീറ്റ് സോഴ്സ് ഇപ്പോൾ നമുക്ക് സ്റ്റീം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹീറ്റർ യൂസ് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു സോഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സാണ്. ഇൻഡസ്ട്രിയിലാണ്, അവിടെ എന്താണോ ഹീറ്റ് വേസ്റ്റായി പോകുന്ന കുറേ സോഴ്സുകളുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്ത് ഈ ജനറേറ്റർ ചേമ്പറിൽ വെച്ച് ഈ സൊല്യൂഷനെ ചൂടാകും.
സൊല്യൂഷനെ ചൂടാക്കി കഴിയുമ്പോൾ ഒരു പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള 2 സാധനങ്ങൾ വാട്ടറും അമോണിയയും. നമ്മൾ ഈ വോഡ്കയൊക്കെ ഉണ്ടാക്കുന്ന പ്രോസസ്സ് അറിയാവുന്നവർക്കറിയാം. അപ്പം വോഡ്ക അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ വാറ്റിയാരായി ഉണ്ടാക്കുന്ന പ്രോസസ്സ്, ഒരു പ്രഷർ കുക്കറിൻ്റെ അകത്ത് ഹൈ പ്രഷറിൽ നിർത്തി കഴിയുമ്പോഴത്തേക്കും ആൽക്കഹോൾ കണ്ടൻറ്റും വാട്ടറും 2 ബോയിലിംഗ് ടെമ്പറേച്ചറിൽ ചൂടാവും. 2 ബോയിലിംഗ് ടെമ്പറേച്ചർ ചൂടായി കഴിയുമ്പോൾ കൂടുതൽ പ്രഷർ കൂടി നിന്ന് കഴിഞ്ഞാൽ വാട്ടറിൻ്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ ഹൈ ആവും. അതായത് സാധാ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസിൽ ബോയിലാവുമെങ്കിൽ വാട്ടർ വീണ്ടും 110 120 എന്നുള്ള രീതി കയറിപ്പോവും പ്രഷറിനെ ബേസ് ചെയ്ത്. അപ്പം എന്ത് പറ്റും, ആദ്യം തന്നെ ആൽക്കഹോൾ വേപ്പറിലേക്ക് മാറും. ആൽക്കഹോൾ പെട്ടെന്ന് തന്നെ ബോയിലാവും, വാട്ടർ ബോയിലാകുകയില്ല. ആ സെയിം പ്രോസസ്സാണ് നമ്മളിവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പം ഹൈ പ്രഷറിൽ നിൽക്കുന്ന ജനറേറ്റർ ചേമ്പറിൽ വാട്ടർ പ്ലസ് അമോണിയയെ ബോയിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമോണിയയുടെ ബോയിലിംഗ് ടെമ്പറേച്ചർ ലോയും വാട്ടറിൻ്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ ഹൈയുമായിട്ട് നിൽക്കും. അപ്പം വാട്ടർ ബോയിലാകിയല്ല, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പം അമോണിയ ബോയിലാകാനായിട്ടുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അമോണിയ സ്റ്റീമായിട്ട് മാറും, അമോണിയ വേപ്പർ ഫോമിലേക്ക് മാറും, വാട്ടർ അവിടെ തന്നെ കിടക്കും. അപ്പം ഇവിടെ നിന്ന് ഹൈ പ്രഷറിലേക്ക് അമോണിയ വീണ്ടും ചേഞ്ച് ചെയ്യും. അപ്പോൾ കംപ്രസ് ചെയ്ത് നിന്നു, അതേപോലെ തന്നെ പ്രഷറും ഹൈ ആക്കി. ഓക്കെ, അപ്പം അവിടെ നേരത്തെ നമ്മുടെ പഴയ സാധാ ഫ്രിഡ്ജിൽ കംപ്രസർ ചെയ്യുന്ന സെയിം പ്രോസസ്സ് ഇവിടെ അബ്സോർബൻ ജനറേറ്ററിനോട് കൂടി ഒന്നിച്ച് ചെയ്തു. അപ്പോൾ ജനറേറ്ററിൻ്റെ അവിടെ നിന്ന് ബോയിൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് അമോണിയ മാത്രം ഹൈ പ്രഷറിലൊരു വേപ്പറായിട്ട് ഫോം ചെയ്യും. ഇനി നമുക്ക് ഈ ഹൈ പ്രഷറിലേക്ക് വന്ന വേപ്പറിനെ വീണ്ടും തിരിച്ച് ഹൈ പ്രഷറിലുള്ള ലിക്വിഡാക്കി മാറ്റണം. ഹൈ പ്രഷറിലുള്ള ലിക്വിഡായി മാറണമെങ്കിൽ ഇതിൻ്റെ ഒരു ഇപ്പോൾ ടെമ്പറേച്ചർ ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്, അതിനെ കൂൾ ചെയ്യണം. അതിനെ കൂൾ ചെയ്യാനായിട്ടാണ് അടുത്ത സെക്ഷനായ കണ്ടൻസറിലേക്ക് കൊടുക്കുന്നത്. കണ്ടൻസർ ചേമ്പറിൽ ചെന്ന് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ഒരു വാട്ടർ പൈപ്പ് വഴി ഒരു വാട്ടർ കൂളിംഗ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വാട്ടർ കൂളിംഗ് പ്രൊവൈഡ് ചെയ്ത് വെക്കുന്നിടത്തോട്ട് ഈ ഹൈ പ്രഷറിലുള്ള അമോണിയ വേപ്പർ ചെന്ന് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഹൈ പ്രഷറിലുള്ള റെഫ്രിജറൻറ്റ് വേപ്പർ ചെന്ന് കഴിയുമ്പോൾ, അതിനെ കൂൾ ചെയ്ത് കഴിയുമ്പോൾ അത് ഹൈ പ്രഷറിലുള്ള ലിക്വിഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റേറ്റിലേക്കായി അതായത് ഹൈ പ്രഷറിലുള്ള ലിക്വിഡ് വേപ്പറായി മാറി, ഹൈ പ്രഷറുള്ള ലിക്വിഡ് റെഫ്രിജറൻ്റായിട്ട് മാറി. ഇവിടെ അമോണിയാണ് റെഫ്രിജറൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഹൈ പ്രഷറിലുള്ള ലിക്വിഡ് അമോണിയ ആയിട്ട് നിൽക്കുകയാണ്. അതിനെ നമ്മൾ എക്സ്പാൻഷൻ വാൽവ് വഴി പുറത്തേക്ക് കൊടുക്കും. എക്സ്പാൻഷൻ വാൽവ് തുറന്നു കഴിയുമ്പോഴത്തേക്കും പ്രഷർ ലോ ആയിട്ടുള്ള ചേമ്പറിലേക്ക് വരുന്നു. അതായത് ഇവാപ്പറേറ്റർ ബാക്കി ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യുമായിരുന്നു. ഹൈ പ്രഷറിലുള്ള ഈ ലിക്വിഡ് ഫോമിലുള്ള അമോണിയയെ റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് തന്നെ വേപ്പർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും. നേരത്തെ ആദ്യം തൊട്ടേ പറയുന്ന പോലെ വേപ്പർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ടെമ്പറേച്ചറിനെ അത് അബ്സോർബ് ചെയ്യും. അപ്പം എന്താ ചെയ്യുന്നത്, നമ്മളിപ്പം ഒരു റൂമിൻ്റെ ഉള്ളിലാണെങ്കിൽ ആ റൂമിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചറിനെ അബ്സോർബ് ചെയ്തിട്ടായിരിക്കും ഈ റെഫ്രിജറൻ്റ് വേപ്പർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ടെമ്പറേച്ചറിനെ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ തണുക്കും. അങ്ങനെയാണ് ഇവാപ്പറേറ്ററിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഭാഗം തണുപ്പിക്കുന്നത്. അത് വീണ്ടും എന്ത് സംഭവിക്കും, ഇതിനേക്കാളും പ്രഷർ കുറഞ്ഞ അബ്സോർബർ ചേമ്പറിലേക്ക് പോകുന്നു. ആ ആദ്യം തൊട്ട് തുടങ്ങിയ പ്രോസസ്സ് അതേപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ജനറേറ്റർ ചേമ്പറിൽ അമോണിയ ഗ്യാസായി പോയി കഴിഞ്ഞിട്ട് മിച്ചമായിട്ട് വരുന്ന അബ്സോർബൻ്റ് അവിടെയുണ്ട്. അതായത് വാട്ടർ കണ്ടൻറ്റ് അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അമോണിയ ആ കൂടെ തന്നെ കാണും. അപ്പം നമുക്ക് അതിനെ വീണ്ടും നമ്മുടെ അബ്സോർഷൻ ചേമ്പറിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് പ്രഷർ റിലീസിങ് വാൽവ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഹൈ പ്രഷർ ചേമ്പറാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജനറേറ്ററിൽ നിന്ന് ഹൈ പ്രഷർ വാൽവ് തുറന്നു കഴിയുമ്പോഴത്തേക്കും അത് നേരെ നമ്മുടെ അബ്സോർപ്ഷൻ ചേമ്പറിലേക്ക് വരും. അപ്പോൾ ആ വാട്ടർ കണ്ടൻറ്റിനെ നമുക്ക് വീണ്ടും നമ്മുടെ അമോണിയയെ അബ്സോർബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഈ വാട്ടർ കണ്ടൻറ്റ് നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു അബ്സോർബൻ്റ് ആയിട്ടാണ്. അതുപോലെ ഈ അബ്സോർബൻറ്റിനെ യൂസ് ചെയ്താണ് അമോണിയ എന്ന് പറയുന്ന റെഫ്രിജറൻറ്റിനെ നമ്മൾ സക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അത് യൂസ് ചെയ്യും. അപ്പോൾ ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന റെഫ്രിജറൻറ്റിനെ വീണ്ടും ഈ അബ്സോർബൻ്റ് വെച്ച് അബ്സോർബ് ചെയ്ത് ഈ ഒരു പ്രോസസ്സ് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഈ ഒരു വേപ്പർ അബ്സോർപ്ഷൻ ടൈപ്പ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ സൈക്കിൾ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം എല്ലാവർക്കും വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ ടൈപ്പ് സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.